ഗുണ്ടൂർ സോയ് ഹർജാൻഡോ സംവിധാനം ചെയ്ത് 2023 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ദി ഹോണ്ടഡ് ഹോട്ടൽ. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മികച്ച ചിത്രമാണിത്. ഈ ചിത്രത്തിൽ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ 3ാമത്തെ ഫ്ലോറിൽ ഒരു വെളുത്തിട്ട് പാറിയ കൊടൂര പ്രേതവുമുണ്ട്. അടിമുതൽ മുടി വരെ വെള്ള നിറം. ആ പ്രേതം ആരെയും അങ്ങോട്ട് കയറി കൊല്ലാനോ കടിക്കാനോ ഭയപ്പെടുത്താനോ പോകില്ല. പാവം പ്രേതം, പഞ്ചപാവം. എന്നാൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഒരു തവണ ആ പ്രേതത്തെ അറിഞ്ഞോ അറിയാതെയോ നോക്കിയാൽ തീർന്ന്, പിന്നെ ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് കരുതുന്നതാ നല്ലത്. 3ാം നാൾ പ്രേതം വന്ന് കൊല്ലും. കേൾക്കുമ്പോൾ തന്നെ വിചിത്രമായി തോന്നുന്നു അല്ലേ? ആരാണ് ആ പ്രേതം? അവൾ എങ്ങനെ അത്രയും വെളുത്തു? ഇനി കാസർഗോഡുള്ള വെളുത്തിട്ട് പാറുന്ന ബ്രിട്ടീഷ് ടച്ച് ക്രീം തേച്ചത് കൊണ്ടാണോ? പ്രേതത്തിന്റെ ലക്ഷ്യം എന്താണ്? ആ പ്രേതത്തിന്റെ പക്കൽ നിന്നും ഒരാൾക്കെങ്കിലും രക്ഷ നേടാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ കൊണ്ടുപോയി അവസാനം നിങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയും ട്വിസ്റ്റും ഒക്കെയായി നമ്മളെ ഭയപ്പെടുത്തിയും കോരിത്തരിപ്പിച്ചും ഇരുത്തുന്ന ഒരു വളരെ വ്യത്യസ്തമായ ചിത്രമാണിത്. ഓഹോ, എന്നാൽ അതിന് മാത്രം ഇതിൽ എന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ച ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഇന്തോനേഷ്യയിലെ സാമരാങ് എന്നൊരു നഗരം, വർഷം 1981. അവിടെ ആംബർ മാങ്കുൻ എന്ന വലിയ ഒരു ഹോട്ടൽ കാണാം. ഹോട്ടലിൽ പുതുതായി ജോലിക്ക് കയറിയ ഒരു സ്റ്റാഫിനെ വിളിച്ച് ഉടനെ എല്ലാ വർക്കും തുടങ്ങിക്കോ, എന്നാൽ നീ ഒരു കാരണവശാലും 3rd ഫ്ലോറിലേക്ക് പോകാൻ പാടില്ല. എന്തെന്നാൽ അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാ, റിസ്ട്രിക്റ്റഡ് ഏരിയയാണ്, ബാക്കി എല്ലായിടത്തും ക്ലീനിങ് ഒക്കെ ചെയ്യ് എന്ന് പറഞ്ഞ് ഹോട്ടൽ ഉടമ ആ പുതിയ സ്റ്റാഫിനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ആ സ്റ്റാഫ് 2nd ഫ്ലോറിൽ പോയി ക്ലീനിങ് വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് 3rd ഫ്ലോറിൽ നിന്നും ഒരു പെണ്ണിൻ്റെ കരച്ചിലൊക്കെ കേൾക്കാൻ തുടങ്ങി. ഓണർ ലേഡി 3rd ഫ്ലോറിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പെണ്ണ് കരയുന്ന വോയിസ് കേട്ടതിനാൽ ആരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതി അവൾ 3rd ഫ്ലോറിലോട്ട് പോയി നോക്കുമ്പോൾ ഒരു റൂമിൻ്റെ അകത്തു നിന്നും വീണ്ടും വോയിസ് കേൾക്കാൻ തുടങ്ങി. അകത്ത് ആരാ ഉള്ളത്? എന്തിനാ കരയുന്നത്? എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ മാഡം എന്ന് അവൾ ചോദിച്ചെങ്കിലും ഒരു മറുപടിയും അകത്തു നിന്നും വരാത്തതിനാൽ ഡോർ തുറക്കാൻ ട്രൈ ചെയ്യുകയാണ്. എന്നാൽ ആ ഡോർ ലോക്കായതിനാൽ തലയിൽ നിന്നും ഹെയർ പിൻ എടുത്ത് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അകത്ത് ആരും തന്നെ ഇല്ല. മുൻപിലുള്ള അവസാനത്തെ റൂമിൽ നിന്നാണ് കരയുന്ന ശബ്ദം കേൾക്കുന്നത്. അവിടേക്ക് പോയി പതുക്കെ ഡോറും തുറന്ന് നോക്കുമ്പോൾ അകത്ത് അധികം വെളിച്ചമില്ല. എന്നാൽ അവിടെ കണ്ണാടിക്ക് മുന്നിൽ ദേ വെളുത്ത തലമുടിയുള്ള ഒരു പെൺകുട്ടി. തലമുടി മാത്രമല്ല, ശരീരം മൊത്തം പാൽപ്പൊടി പോലെ വെളുത്തിട്ടാണ്. പെട്ടെന്ന് അവൾ ഇവളെ തിരിഞ്ഞു നോക്കി ഒരു ഡയലോഗ് ഇനി മുതൽ നിനക്ക് 3 ദിവസം, 3ാം നാൾ അർദ്ധരാത്രി നിന്റെ അവസാനമായിരിക്കും എന്ന് പറയുകയാണ്. ആ ഭയപ്പെടുത്തുന്ന രൂപവും ഡയലോഗും കേട്ട് സ്റ്റാഫ് വിറങ്ങലടിച്ച് നിൽക്കുമ്പോൾ ആ സീൻ അവിടെ കട്ട് ചെയ്ത് ഇപ്പോൾ 3ാം നാൾ ആ സ്റ്റാഫ് അവിടെ കണ്ട കാര്യങ്ങളൊക്കെ തൻ്റെ മകളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ആ വെളുത്ത പെണ്ണിനെ കണ്ട ആദ്യ ദിവസം വീട്ടിലെ പൂച്ച മരിച്ചുപോയി. 2ാം നാൾ അയൽവാസി പിരാന്ത് പിടിച്ച പോലെ സ്വയം അടിച്ച് പരിക്കേൽപ്പിക്കുന്നത് കണ്ടു. അതേപോലെ 3ാം നാൾ ഇവളുടെ കസിൻ ഒരാൾ സൂയിസൈഡ് ചെയ്ത് മരിച്ചു. അതൊക്കെ കണ്ട് ഭയന്നതിനാലാണ് ഹോട്ടലിൽ ആ പെണ്ണ് പറഞ്ഞ കാര്യം ഇപ്പോൾ മകളോട് ഡിസ്കസ് ചെയ്യുന്നത്. തനിക്ക് ഇന്ന് എന്തെങ്കിലും നടക്കുമോ എന്ന് കരുതി ഉമ്മ ഭയന്ന് ഇരിക്കുമ്പോൾ, ഉമ്മേ, നമ്മുടെ വീട്ടിലെ പൂച്ചയ്ക്ക് വയസ്സായതുകൊണ്ടാണ് മരിച്ചത്. അയൽവാസി ആളൊരു സൈക്കോ, എപ്പോൾ നോക്കിയാലും അയാൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. പിന്നെ കസിൻ, അവരുടെ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതല്ലേ, മെൻ്റലി അഫക്റ്റഡായി 2 വർഷം ഹോസ്പിറ്റലിൽ ആയിരുന്നില്ലേ. ഇതെല്ലാം ഇൻസിഡൻ്റ് ആണ്, നിങ്ങൾ പേടിക്കണ്ട ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ടും ഉമ്മയ്ക്ക് ഉള്ളിൽ പേടി ഇപ്പോഴുമുണ്ട്. അതിനാൽ ഉമ്മ ഒരു കാര്യം ചെയ്യ്, ഉമ്മക്ക് ദൈവത്തിൽ നല്ല വിശ്വാസമുള്ളതല്ലേ, അള്ളാഹുവിനെ പ്രാർത്ഥിച്ച് കിടക്ക്, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അത് കേട്ട് ഉമ്മ നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ദേ പുറകിൽ കണ്ണാടിയിൽ നിന്നും വരുന്നു ആ വെളുത്ത മുടിയുള്ള വെള്ളപ്രേതം. പുറകിൽ എന്തോ ഉള്ളതായി ഫീൽ ചെയ്തെങ്കിലും യാ അല്ലാ, അത് തോന്നലായിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നേരെ പോയി മൂടി പുതച്ച് കിടന്ന് കൃത്യം 12 മണിയായപ്പോൾ
നിന്റെ സമയം കഴിഞ്ഞു എന്നൊരു വോയിസ്. അത് കേട്ടതും ഭയന്ന് അലറി നോക്കുമ്പോൾ വെളുത്ത പ്രേതം ഉമ്മയുടെ നേർക്ക് ഒരൊറ്റ പോക്ക്. ആ അലർച്ച കേട്ട് മകൾ ഞെട്ടി ഉണർന്ന് പോയി നോക്കുമ്പോൾ ഉമ്മ അവിടെ കൊടൂരമായ നിലയിൽ ശരീരത്തിലെ തോലൊക്കെ ഊരിയെടുത്ത് കൊടൂരമായി കൊല്ലപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കണ്ട് അവൾ അലറി കരഞ്ഞുകൊണ്ടിരിക്കെ കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു 3 ദിവസത്തിന് ശേഷം ആംബർ മാംഗുൻ എന്ന ആ വലിയ ഹോട്ടലിലേക്ക് ഒരു കാർ വന്ന് അതിൽ നിന്നും ഒരു ചേച്ചിയും അനിയത്തിയും ഇറങ്ങുകയാണ്. ചേച്ചിയുടെ പേര് റൈന, അനിയത്തിയുടെ പേര് ഫെയ്. ഇവർ 2 പേരും മറ്റൊരു സിറ്റിയിൽ വളർന്നവരാണ്. ഈ അടുത്ത് ഇവരുടെ അച്ഛൻ മരിച്ചുപോയി. അതിനാൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ സെറ്റിലാവാം എന്ന് തീരുമാനിച്ചാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഈ ഹോട്ടൽ നടത്തിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ 2 പേരക്കുട്ടികളെയും വെൽക്കം ചെയ്ത് നേരെ ഈ ഹോട്ടലിൻ്റെ പുറകുവശത്താണ് ഇവരുടെ വീടുള്ളത്. അങ്ങോട്ട് കൂട്ടിയിട്ട് പോയി 2 പേരുടെയും അച്ഛൻ്റെ റൂമിലേക്ക് കൂട്ടിയിട്ട് പോയി കുശലം ഒക്കെ സംസാരിച്ച് ഇനി മുതൽ ഹോട്ടൽ നിങ്ങളായിരിക്കും നോക്കാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തരാം. ആദ്യമേ പറയാനുള്ളത് 3rd ഫ്ലോറിലേക്ക് മാത്രം പോകാൻ പാടില്ല. അവിടെ ചില അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുകയാണ്. റിസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പോകാനേ പാടില്ല. മനസ്സിലായോ എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ്. അങ്ങനെ അതിനുശേഷം റൈന ഫെയ്യെ അടുത്തുള്ള ഒരു സ്കൂളിലേക്ക് കൂട്ടിയിട്ട് പോയി ഫെയ്യെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ആ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ അവിടേക്ക് ഒരുത്തൻ വരുന്നത് കണ്ട് റൈന ഒളിഞ്ഞ പോലെ കാണാത്ത പോലെ ഇരിക്കുകയാണ്. എന്തെന്നാൽ ആ പയ്യനും റൈനയും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. എന്നാൽ ബ്രേക്കപ്പ് ആയി. ഇപ്പോൾ പല വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. അങ്ങനെ പുറത്തിറങ്ങി എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എടി ഞാനിവിടെ ഒരു പത്ര റിപ്പോർട്ടർ ആണ്. ഇന്നൊരു മർഡർ കേസ് കേട്ടിട്ടുണ്ട്. 3 ദിവസം മുൻപ് ഒരു ലേഡി കൊടൂരമായ നിലയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ലേഡി ഹോട്ടലിലെ സ്റ്റാഫായിരുന്നു. ആംബർ മാംഗുൻ എന്ന ഹോട്ടലിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ഞാനത് ഒന്ന് അന്വേഷിക്കാൻ പോവുകയാ എന്ന് ആർദോ പറയുമ്പോൾ ആ ഹോട്ടലിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ റൈനയ്ക്ക് ഷോക്ക്. എന്തെന്നാൽ ആ ഹോട്ടൽ ഇവളുടേതാണല്ലോ. അങ്ങനെ ആർദോയെ കൂട്ടി നേരെ ഹോട്ടലിലെത്തി മുത്തശ്ശനോട് ഇത്രയും വലിയ പ്രശ്നം നടന്നിട്ടും നമ്മുടെ ഒരു സ്റ്റാഫ് മരിച്ചു പോയിട്ടും എന്താ ഈ കാര്യം എന്നോട് പറയാത്തത് എന്ന് പറഞ്ഞ് റൈന ദേഷ്യപ്പെടുകയാണ്. മോളെ, കുറേ വർഷത്തിന് ശേഷമല്ലേ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. വന്ന ഉടനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് വേണ്ട എന്ന് കരുതിയാ പറയാത്തത്. അന്നേരം ആർദോ ഇടയിൽ കയറി എനിക്ക് ആ സ്റ്റാഫിൻ്റെ മരണത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. അതുവരെ ഞാൻ ഈ ഹോട്ടലിൽ താമസിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനവർ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി റൈന വീടിൻ്റെ ടെറസിൽ നിന്നും കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോട്ടലിലെ 3rd ഫ്ലോറിൽ ലൈറ്റ് ഓൺ ആവുന്നത് കാണുകയും അതാരാ ഈ സമയത്ത് 3rd ഫ്ലോറിൽ അവിടെ ശരിക്കും എന്താ ഉള്ളത്, മുത്തശ്ശി ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് നേരെ ഹോട്ടലിലെ 3rd ഫ്ലോറിലേക്ക് ഒരൊറ്റ പോക്ക്. അന്നേരം തുടക്കത്തിൽ കണ്ട ആ വെളുത്ത മുടിയുള്ള വെള്ളപ്രേതത്തിൻ്റെ കരച്ചിൽ കേൾക്കാനും തുടങ്ങി. എന്നാൽ അത് പ്രേതമാണെന്ന് റൈനയ്ക്ക് അറിയില്ലല്ലോ. ആരാ അകത്ത്, എന്തിനാ കരയുന്നത് എന്ന് പറഞ്ഞ് ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ലോക്ക് ആണല്ലോ. അതിനാൽ ഒരു ടൂൾ എടുത്ത് പൂട്ട് തകർത്ത് നോക്കുമ്പോൾ അവിടെ ലൈറ്റ്സ് എല്ലാം മിന്നി മറയുന്നുണ്ട്. ഓരോ ഭാഗത്തേക്കായി നടന്നു നീങ്ങി ഒരു ഡോറിൽ നോക്കുമ്പോൾ നമ്പർ പോലും ഇല്ലാത്ത റൂമാണത്. ആ റൂമിൻ്റെ അകത്ത് നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കി പതുക്കെ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ദേ ആ വെളുത്ത പ്രേതം കണ്ണാടി നോക്കി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് പതുക്കെ റൈനയെ തിരിഞ്ഞു നോക്കി ഇന്ന് മുതൽ 3-ാം നാൾ രാത്രി നിന്റെ അവസാനമാണ് എന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. എന്നാൽ റൈനയ്ക്ക് അത് പ്രേതമാണെന്ന് അറിയില്ല. ഹോട്ടലിൽ താമസിക്കാൻ വന്ന ഏതോ കിളിപോയ ഗസ്റ്റ് ആയിരിക്കും എന്ന് കരുതി പതുക്കെ ഡോർ അടച്ച് തിരിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അനിയത്തിയെ ഫെയ്യെ സ്കൂളിൽ കൊണ്ടുവിടാൻ കാറിൽ കയറി ഇരിക്കുമ്പോൾ നോക്കിയാൽ ദേ കാറിൻ്റെ വിൻഡോയിൽ രക്തം കൊണ്ട് 1 എന്ന് എഴുതിയിരിക്കുന്നു. അത് കണ്ട് ഭയന്ന് അതാരാ എഴുതിയത് എന്ന് കാറിൽ നിന്നും ഇറങ്ങി നോക്കുമ്പോൾ ഇപ്പോൾ അത് കാണാനില്ല. അങ്ങനെ നേരെ കിച്ചണിൽ പോയി മുത്തശ്ശിയെ കണ്ട് അതാരാ മുത്തശ്ശി, ആ 3rd ഫ്ലോറിൽ ഒരു വെളുത്ത തലമുടി ഒക്കെ ഉള്ള പെൺകുട്ടി. അവൾ കരയുന്നത് കേട്ട് ഞാൻ പോയി നോക്കിയപ്പോൾ 3-ാം നാൾ ഞാൻ മരിക്കും എന്ന് പറഞ്ഞു. അത് ആരാ, സൈക്കോമറ്റോ ആണോ? അത് കേട്ടപ്പോൾ മുത്തശ്ശിയുടെ മുഖം ആകെ മാറുകയാണ്. എന്ത് 3rd ഫ്ലോറിലോ? നിന്നോടല്ലേ അവിടെ പോകരുതെന്ന് പറഞ്ഞത്, പിന്നെ എന്തിനാ പോയത് എന്ന് ഗൗരവത്തോടെ ഭയത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് ഫെയ് വന്ന് ചേച്ചി വാ സ്കൂളിൽ പോകാൻ ടൈമായി എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോവുകയും അവിടേക്ക് മുത്തശ്ശൻ എത്തി എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. റൈന 3rd ഫ്ലോറിലെ റൂമിൽ ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞ് 2 പേരും എന്തോ ഭയത്തിന്മേൽ ഭയത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ ഫെയ്യെ സ്കൂളിൽ കൊണ്ടുവിട്ട് റൈന തിരിച്ച് ഹോട്ടലിൽ എത്തി നോക്കുമ്പോൾ ഹോട്ടലിൽ താമസിക്കാൻ
കാണാൻ വന്നവരൊക്കെ ഓരോരുത്തരായി വെക്കേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താ കാരണം എന്ന് അവിടെയുള്ള സ്റ്റാഫിന് പോലും അറിയില്ല. എന്തിനാ എന്ന് ചോദിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് 13-ാം നമ്പർ റൂമിൽ നിന്നും ഒരു ഫോൺ കോൾ. റൂമിൽ ടവൽ ഇല്ല, പെട്ടെന്ന് കൊണ്ടുവാ എന്നായിരുന്നു. അതിനാൽ ഉള്ള കസ്റ്റമറെങ്കിലും പോകാതെ നോക്കണം എന്ന് തീരുമാനിച്ച് റെയ്ന ടവൽ എടുത്ത് 13-ാം നമ്പർ റൂമിലേക്ക് പോയി. മാഡം, ടവൽ ബെഡിൽ വച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബാത്റൂമിൽ നിന്നും ആ കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഇന്നലെ രാത്രി കേട്ട അതേ പെണ്ണിൻ്റെ വോയിസ്. ഇവളെങ്ങനെ ഇവിടെ എത്തി എന്ന് സംശയിച്ച് പോയി നോക്കുമ്പോൾ ബാത്റൂമിൽ ആരും തന്നെയില്ല. ആകെ ഭയന്ന റൈന അവിടുത്തെ ഫോൺ എടുത്ത് റിസപ്ഷനിസ്റ്റിന് കോൾ ചെയ്ത് 13-ാമത്തെ റൂമിലെ ഗസ്റ്റിൻ്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ 13-ാം നമ്പർ റൂമോ? ആ റൂമിൽ ഗസ്റ്റ് ആരുമില്ല മാഡം, ക്ലോസ് ആണ് എന്ന് സ്റ്റാഫ് പറഞ്ഞതും റൈന പേടിച്ച് കോരിത്തരിച്ച് നിൽക്കുകയാണ്. അന്നേരം ദേ ഒരു നിഴൽ നടന്നു പോകുന്നു. അതേപോലെ ചവിട്ടിയിൽ എന്തോ പരന്നു പോകുന്ന പോലെ കണ്ട് പൊക്കി നോക്കുമ്പോൾ ദേ പ്രേതം ചോര കണ്ണുമായി വരുന്നു. ഭയത്തിന്മേൽ ഭയത്തോടെ പുറത്തേക്ക് ഓടിപ്പോയി ഡോർ അടച്ചു നിൽക്കുമ്പോൾ ഇനി വെറും 2 ദിവസം ഞാൻ എങ്ങനെയൊക്കെ വേദന അനുഭവിച്ചോ അതേപോലെ നീയും അനുഭവിക്കണം എന്നൊക്കെ പ്രേതം അകത്തു നിന്നും പറയുകയാണ്. ആകെ ഭയന്ന് നിൽക്കുമ്പോൾ അവിടേക്ക് ആർദോ വന്ന് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അകത്ത് പ്രേതത്തെ കണ്ടു എന്ന് പറയുകയും ആർദോ അകത്ത് കയറി നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ പ്രേതത്തെ കാണാനില്ല. അങ്ങനെ 2 പേരും മുത്തശ്ശനെയും മുത്തശ്ശിയെ മീറ്റ് ചെയ്ത് ഇവിടെ എന്താ നടക്കുന്നത്, 3rd ഫ്ലോറിൽ എന്താ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ 2 പേരും അതിന് മറുപടി പറയാതെ നിൽക്കുകയാണ്. ദേ നോക്ക്, ഇവിടെ ഒരു സ്റ്റാഫ് മരിച്ചു പോയിരുന്നില്ലേ, ആ ലേഡിയുടെ മകൾ പോലീസ് സ്റ്റേഷനിൽ എന്താ പറഞ്ഞത് എന്നറിയോ? 3rd ഫ്ലോറിൽ ഏതോ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു, അവൾ കാരണമാണ് ഉമ്മ മരിച്ചത് എന്ന് റിപ്പോർട്ട് കൊടുത്തിരുന്നു. അക്കാര്യം ജനങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് എല്ലാ ഗസ്റ്റും ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തു പോയത്. സോ ദയവ് ചെയ്ത് പറ, ആ 3rd ഫ്ലോറിൽ എന്താ ഉള്ളത്? അങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശനും കൂടി 3rd ഫ്ലോറിൽ എന്താ ഉള്ളതെന്ന് പറയാൻ തുടങ്ങി. ആക്ച്വലി മുത്തശ്ശനും മുത്തശ്ശിയും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വളരെ ഫിനാൻഷ്യലി സാമ്പത്തികമായി വളരെ കഷ്ടപ്പാടിലായിരുന്നു. റൈനയുടെ അച്ഛൻ ഇവരുടെ മരുമകൻ ആണ്. അതായത് ഈ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മകളെയാണ് കല്യാണം കഴിച്ചത്. അവർക്ക് ജനിച്ചതാണ് റൈനയും ഫെയ്യും. അച്ഛന്റെ ഹോട്ടൽ ആയിരുന്നു ഇത്. എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിയും സാമ്പത്തികമായി കഷ്ടപ്പാടിലുള്ള സമയത്ത് അച്ഛൻ ഈ ഹോട്ടൽ ഇവർക്ക് നൽകിയതാണ്. അന്ന് ഹോട്ടലിൽ ഇലക്ട്രിക് വർക്ക് നടക്കുന്ന സമയത്ത് ഇലക്ട്രീഷ്യൻ ഗോപുവിന് 3rd ഫ്ലോറിലെ റൂമിൽ നിന്നും പെൺകുട്ടി കരയുന്ന ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ ഗോപുന് പ്രേതം തിരിഞ്ഞു നോക്കി 3 ദിവസത്തെ ശാപം കൊടുക്കുകയും അങ്ങനെ 3-ാം നാൾ ചുമരിലേക്ക് തല സ്വയം ഇടിച്ച് ഞാൻ അനുഭവിച്ചതൊക്കെ നീയും അനുഭവിക്കും എന്ന് പറഞ്ഞ് മരിക്കുകയായിരുന്നു. അത് നേരിട്ട് കണ്ട മുത്തശ്ശനും മുത്തശ്ശിയും ഒരു മന്ത്രവാദിയെ കൂട്ടിയിട്ട് വന്ന് ചെക്ക് ചെയ്ത് മന്ത്രവാദി പറയുന്നു, ഇവിടെ കുടിയിരിക്കുന്ന പ്രേതത്തിന്റെ തുടക്കം അറിയാൻ പറ്റുന്നില്ല, അത് കണ്ടുപിടിക്കാതെ പരിഹാരം ചെയ്യാനും പറ്റില്ല. അതിനാൽ അത് കണ്ടെത്തുന്നതുവരെ ഈ 3rd ഫ്ലോറിലേക്ക് ആരെയും കയറ്റാതെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് മന്ത്രവാദി പോവുകയും ചെയ്തു. അങ്ങനെ 3rd ഫ്ലോർ മാത്രം ക്ലോസ് ചെയ്ത് ബാക്കി 2 ഫ്ലോറും ഓപ്പൺ ചെയ്ത് ഹോട്ടൽ ഓപ്പൺ ചെയ്യുകയായിരുന്നു. പ്രേതം 3rd ഫ്ലോറിൽ ഇരകൾക്കായി വെയിറ്റ് ചെയ്യുമ്പോൾ ഇവർ താഴെ ഹോട്ടൽ നടത്തുകയായിരുന്നു. ആർക്കും കുഴപ്പം ഒന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ ആ ലേഡി സ്റ്റാഫ് അവരോട് ഞാൻ പറഞ്ഞതാ 3rd ഫ്ലോറിലേക്ക് പോകല്ലേ എന്ന്. എന്നാൽ അവൾ പോയി. അതിനാലായിരിക്കും അവൾ മരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും അറിയില്ല അവിടെയുള്ള പ്രേതം ആരാ എന്താ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരിക്കെ അവിടെ എന്തു വേണേലും ഇരിക്കട്ടെ, ഫേയെ ഒരിക്കലും 3rd ഫ്ലോറിലേക്ക് പോകാതെ ശ്രദ്ധിക്കണം എന്ന് റൈന ചിന്തിച്ചു കൊണ്ടിരിക്കെ ഇപ്പോൾ നോക്കിയാൽ ഫേയ് സ്കൂളിൽ സ്റ്റോർ റൂമിലാണുള്ളത്. ടീച്ചർ അവളോട് സ്കെൽട്ടൻ എടുത്തിട്ട് വരാൻ പറഞ്ഞതിനാൽ വന്നതാണ്. സോ അവൾ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കെ അവിടെ ഒരു ബൊമ്മയുണ്ട്. അതായത് ശരീരത്തിലെ അവയവങ്ങൾ ഒക്കെ ഏതാ എന്താ എന്നൊക്കെ കണ്ടു പഠിക്കാൻ ഡമ്മി രൂപത്തിലുള്ളത്. ആ ഡമ്മി കാണുമ്പോൾ അവൾക്ക് ഒരു പേടി തോന്നിയതിനാൽ അതിനെ തുണിയിട്ട് മൂടിയ ശേഷം അവിടെ നിന്ന് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആ ബൊമ്മ നടന്നു വന്ന് ഫേയുടെ മുൻപിൽ നിന്ന് ഭയപ്പെടുത്തി കയ്യിൽ കത്രികയെടുത്ത് കുത്താൻ ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ അമാനുഷിക കാഴ്ച കണ്ട് ഫേയ് കോരി തരിച്ചു നിൽക്കുമ്പോൾ ഞാൻ അനുഭവിച്ച വേദന നീയും അനുഭവിക്കണം എന്ന് പറഞ്ഞ് കുത്താൻ നോക്കുമ്പോൾ ഫേയ് അലറി ഒച്ച ഉണ്ടാക്കുകയും അവിടേക്ക് അലർച്ച കേട്ട് ടീച്ചേഴ്സ് എല്ലാം വന്ന് എന്തു പറ്റി എന്ന് ചോദിച്ച് നോക്കുമ്പോൾ ബൊമ്മ അവിടെ തന്നെയുണ്ട്. മോളെ പേടിക്കണ്ട, അത് ബൊമ്മയല്ലേ. എന്നാൽ പേടിച്ച് വിറച്ച ഫേയെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നു. ഹോട്ടലിൽ എത്തിയ ഫേയെ കണ്ട് മോളെ നീ ഒരിക്കലും എന്ത് വന്നാലും 3rd ഫ്ലോറിലേക്ക് പോകാനേ പാടില്ല, മനസ്സിലായോ? പോകില്ല എന്ന് പ്രോമിസ് ചെയ്യ് എന്ന് റൈന പറയുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ചേച്ചി ഞാൻ ഇന്നലെ രാത്രി 3rd ഫ്ലോറിൽ പോയിരുന്നു എന്ന് ഫേയ് പറഞ്ഞതും തീർന്ന്
ഫേക്ക് ഇനി 3 നാൾ, എനിക്കിനി 2 നാൾ മാത്രം ആയുസുള്ളൂ, ഇനി എന്ത് ചെയ്യും എന്ന് ആകെ റൈന തല പുകഞ്ഞ് ആലോചിച്ച് ഒടുവിൽ ആർദോയെയും കൂട്ടി നേരെ അന്ന് ഹോട്ടലിൽ വന്നെന്ന് പറഞ്ഞ ആ മന്ത്രവാദിയുടെ വീട്ടിലേക്ക് പോവുകയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മന്ത്രവാദി ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഒരു പ്രേതത്തോട് സംസാരിക്കണമെങ്കിൽ കുറഞ്ഞത് ആ പ്രേതത്തിൻ്റെ പേരെങ്കിലും അറിഞ്ഞിരിക്കണം. അന്ന് ആ റൂമിലുണ്ടായിരുന്ന പ്രേതത്തിൻ്റെ ഒരു ഡീറ്റെയിലും അറിയാത്തതിനാലാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ തിരിച്ചു വന്നത്. സോ കുറഞ്ഞത് ആ പ്രേതത്തിൻ്റെ പേരെങ്കിലും നമുക്ക് അറിയണം. നിനക്ക് ഇനി 2 ദിവസം സമയം അല്ലേ ഉള്ളത്? അതിനുള്ളിൽ ആ പ്രേതത്തിൻ്റെ ഡീറ്റെയിൽസ് എത്രത്തോളം കണ്ടെത്താൻ പറ്റുന്നോ അത്രയും കണ്ടുപിടിച്ചു വാ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് മന്ത്രവാദി പറയുകയും അങ്ങനെ തിരിച്ചു പോയി ഹോട്ടലിൻ്റെ ചരിത്രം അറിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രേതം ആരാണെന്ന് അറിയാൻ സാധിക്കും എന്ന് ചിന്തിച്ച് റൈനയുടെ അച്ഛൻ്റെ ലോയറിന് കോൾ ചെയ്ത് ചോദിക്കുമ്പോൾ ലോയർ ഒരു കാര്യം കൂടി പറയുകയാണ്. ആക്ച്വലി റൈനയുടെ അച്ഛൻ്റെ പേര് ജോൺ എന്നാണ്, എന്നാൽ ഭാസ്കരൻ എന്ന പേരിലാണ് ഈ ഹോട്ടൽ വാങ്ങിയത്. എന്നാൽ ആ ഹോട്ടൽ നിന്റെ അച്ഛനാണ് സ്വന്തം എന്നൊക്കെ വക്കീൽ പറയുകയാണ്. ഒരുപാട് രഹസ്യങ്ങൾ റൈനയോട് മറച്ചു വെച്ച ആളാണ് റൈനയുടെ അച്ഛൻ ജോൺ. യഥാർത്ഥത്തിൽ ജോൺ ഒരു റൈറ്ററാണ്. അതിനാൽ അച്ഛൻ എഴുതിയ നോവലൊക്കെ വായിച്ച് ഡീകോഡ് ചെയ്താൽ അതിൽ നിന്നും എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ പ്ലാൻ ചെയ്ത് നോവൽ ബുക്ക് എല്ലാവർക്കും കൊടുത്ത് വായിക്കാൻ പറയുകയും അങ്ങനെ ഈ ഹോട്ടലിനെ കുറിച്ചോ പ്രേതത്തെക്കുറിച്ചോ എന്തെങ്കിലും കുറിച്ച് വച്ചിട്ടുണ്ടോ എന്ന് തിരയുകയാണ്. എന്നാൽ എത്ര നോക്കിയിട്ടും ആർക്കും ഒരു ക്ലൂ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആകെ തലയ്ക്ക് ഭ്രാന്തായ റൈന ആ പ്രേതത്തോട് തന്നെ പോയി പേരെന്താ എന്ന് ചോദിക്കാം എന്ന് തീരുമാനിച്ച് 3rd ഫ്ലോറിൽ പോയി റൂം ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ അതറിഞ്ഞ് പുറകെ ചെന്ന് എല്ലാവരും തടയുകയാണ്. ദയവ് ചെയ്ത് എന്നെ വിട്, പ്രേതത്തിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽ ആ റൂമിൽ ഉണ്ടാവും, അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചേ ഞാൻ വരൂ. എങ്കിൽ ഞാനും വരാം ചേച്ചി എന്ന് ഫേയ് പറയുമ്പോൾ എങ്കിൽ ഞാനും വരാം എന്ന് ആർദോയും പറയുകയാണ്. എടാ, ഞാനും അനിയത്തിയും പ്രേതത്തിൻ്റെ കണ്ണിൽപ്പെട്ടവരാണ്, ഇനി നിന്റെ ജീവൻ കൂടി അപകടത്തിലാവേണ്ട എന്ന് പറഞ്ഞ് റൈനയും ഫേയും കൂടി ആ പ്രേത റൂമിലേക്ക് കയറി. ഒരു ഭാഗത്ത് റൈന ടോർച്ചടിച്ച് അന്വേഷിക്കുമ്പോൾ മറ്റേ വശത്ത് ഫേയ് ഒരു മെഴുകുതിരി കത്തിച്ച് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. രണ്ടുപേരും മാറി മാറി തിരയുമ്പോൾ അവിടെ ഈ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വെളുത്ത പുഷ്പം ഫേയ് കാണുകയാണ്. മറ്റേ വശത്ത് റൈന കട്ടിലിനടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ടൈൽ ഇളകിയത് കണ്ട് അടുത്തു പോയി നോക്കുമ്പോൾ ഒരു പേപ്പർ കഷ്ണം മറച്ചു വെച്ചത് കണ്ട് എടുത്തു നോക്കിയാൽ ഏഞ്ചൽ എന്നൊരു വേർഡ് അതിലുണ്ട്. അത് നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് പുറത്തു നിന്നും എന്തൊക്കെയോ വോയിസ് കേൾക്കാൻ തുടങ്ങി. എന്താത് എന്ന് റൈന ഭയത്തോടെ പോയി നോക്കുമ്പോൾ അവിടെ ഫേയ് ചുമരിൽ തലയിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എടീ, നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ിക്കുമ്പോൾ ഫെയ്യുടെ ശരീരത്തിലേക്ക് പ്രേതം കയറി കൂടിയിട്ടുണ്ട്. അവിടെ ആകെ അമാനുഷിക കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. പ്രേതം ഫെയ്യെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാൻ തുടങ്ങി. ആ ശബ്ദമൊക്കെ പുറത്തേക്ക് കേൾക്കുകയും രണ്ടുപേരും അപകടത്തിലായോ എന്ന് കരുതി പുറത്തുണ്ടായിരുന്ന ആർദോ അകത്തേക്ക് കയറി നോക്കുമ്പോൾ പ്രേതബാധ കയറിയ ഫെയ്യ് റൈനയെ ആക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രേതം ആണെന്ന് മനസ്സിലാവാതെ ആർദോ ഫെയ്യെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ ആർദോയെ അടിച്ച് തെറിപ്പിച്ച് നിർത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ട്രാപ്പ് ആയിരുന്നു, ആർദോയെ ഈ റൂമിൻ്റെ അകത്തേക്ക് വരുത്തിക്കാനുള്ള പ്രേതത്തിൻ്റെ ട്രാപ്പ്. അങ്ങനെ ഇപ്പോൾ പ്രേതം ആർദോയെ നോക്കി, നിനക്ക് ഇനി 3 ദിവസം മാത്രം, 3-ാം നാൾ നിന്റെ കഥയും തീരും. അങ്ങനെ ആർദോയ്ക്ക് ശാപം കിട്ടുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണാടിയിൽ 2 എന്ന് ബ്ലഡ് കൊണ്ട് എഴുതിയത് കാണുകയാണ്. ഇനി എന്ത് ചെയ്യും എന്നൊന്നും അറിയില്ല. അപ്പോഴാണ് ആ റൂമിൽ നിന്നും കണ്ടുപിടിച്ച ആ ക്ലൂ, അതായത് ടൈലിൻ്റെ അടിയിൽ നിന്നും കിട്ടിയ ചെറിയ പേപ്പർ കഷ്ണം, അതിൽ ഏഞ്ചൽ എന്ന വേർഡ് ഉണ്ടല്ലോ. അക്കാര്യം റൈന ആർദോയോട് സംസാരിക്കുമ്പോൾ അതേ നേരം മുത്തശ്ശനും മുത്തശ്ശിയും അകത്തേക്ക് വന്ന് ആ പേപ്പർ കണ്ട് ഇതേപോലെ അന്ന് ഈ ഹോട്ടൽ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ റൂമിലും ടൈലിൻ്റെ അടിയിൽ നിന്നും ഇതേപോലത്തെ പേപ്പേഴ്സ് കിട്ടിയിരുന്നു, ഞങ്ങളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ആ പേപ്പേഴ്സ് കൊണ്ടുവന്ന് കിട്ടിയ എല്ലാ പേപ്പർ കഷ്ണങ്ങളും വച്ച് കണക്ട് ചെയ്ത് നോക്കിയാൽ അതൊരു ലവ് ലെറ്റർ ആയിരുന്നു. മാനർ എന്നൊരു പെണ്ണ് ഭാസ്കരൻ എന്നൊരുത്തന് എഴുതിയ ലെറ്റർ. ആ ഭാസ്കരൻ മറ്റാരുമല്ല, റൈനയുടെ അച്ഛനാണ്. ഡിയർ ഭാസ്കര, നീയാണ് എൻ്റെ ഏഞ്ചൽ. നിന്നെ ഞാൻ ആദ്യമായി കണ്ടത് എവിടെ വെച്ചാണെന്ന് അറിയോ? അഴകാർന്ന ഇലകളുള്ള പൈൻ കാട്, അവിടെ വെച്ചാണ് കണ്ടത്. സോറി ഗൈസ്, ആ ലവ് ലെറ്റർ ബാക്കി ഞാൻ വായിക്കുന്നില്ല. മറ്റുള്ളവരുടെ ലവ് ലെറ്റർ വായിക്കുന്നത് തെറ്റല്ലേ? ആ ലെറ്റർ വായിച്ച റൈന, ഏയ്
പൈൻ മരങ്ങളുള്ള കാട് ഇവിടെ അടുത്ത് തന്നെയല്ലേ, അവിടെ പോകാം എന്ന് പ്ലാൻ ചെയ്ത് റൈനയും ആർദയും നേരെ ആ പൈൻ മരങ്ങൾ നിറഞ്ഞ കൊടും കാട്ടിലേക്ക് പോയി ഇവിടെ എന്തെങ്കിലും ക്ലൂ ഉണ്ടാകും എന്ന് വിശ്വസിച്ച് കാട്ടിൽ കറങ്ങി തിരിയാൻ തുടങ്ങി. അന്നേരം അവിടെ ഒരു നദിക്കരയിൽ അന്ന് പ്രേതത്തിന്റെ റൂമിൽ കണ്ടതുപോലത്തെ വെളുത്ത പുഷ്പം ഇവിടെയും കാണുകയാണ്. അന്നേരം ഒരു തോണി തുഴഞ്ഞ് തോണിക്കാരൻ വന്നപ്പോൾ ആ പൂക്കളെക്കുറിച്ച് എന്തെങ്കിലും കഥയുണ്ടോ എന്ന് തോണിക്കാരനോട് ചോദിക്കുമ്പോൾ ദേ അവിടെ അങ്ങോട്ട് നദിക്കര കഴിഞ്ഞ് ഒരു ഗ്രാമം കാണുന്നില്ലേ, അവിടെയാണ് ഈ പൂക്കളുടെ ആരംഭം, അവിടെയാണ് ഈ വെള്ളപ്പൂക്കൾ ഒരുപാട് വളരുന്നതും അവിടെ നിന്നുമാണ് പതുക്കെ സ്പ്രെഡായി ഇവിടെ എത്തിയത്. അത് കേട്ട് ശരി എങ്കിൽ നമ്മളെ ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ച് അവരങ്ങനെ അക്കരെ ഗ്രാമത്തിൽ എത്തി. ഗ്രാമത്തലവനെ മീറ്റ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയെങ്കിലും അവരുടെ ഭാഷ ഇവർക്ക് മനസ്സിലാവാത്തതിനാൽ തോണിക്കാരനാണ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. തലവനോട് ഹോട്ടലിൽ നടന്ന കൊലപാതകവും 3rd ഫ്ലോറിലുള്ള വെള്ള നിറത്തിലുള്ള പ്രേതത്തെക്കുറിച്ചും അവിടെ റൂമിൽ കണ്ട വെള്ളപുഷ്പത്തെക്കുറിച്ചും പറഞ്ഞ് പൈൻ മരക്കാട്ടിൽ അതേപോലുള്ള വെള്ളപുഷ്പം കണ്ടാണ് ഒടുവിൽ ഇവിടെ എത്തിയത്. ഈ ഗ്രാമത്തിനും പ്രേതത്തിനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് അറിയാനാ ഇവിടെ വന്നത് എന്നൊക്കെ തലവനോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തലവൻ ഷോക്കായ പോലെ എഴുന്നേറ്റ് നിന്ന് അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കോ എന്ന് ദേഷ്യത്തിൽ പറയുകയാണ്. നടക്കുന്ന കാര്യങ്ങളൊക്കെ തലവന്റെ ഭാര്യയും കണ്ടോണ്ട് മാറി നിൽക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാനാ, തിരിച്ചു ഹോട്ടലിലേക്ക് തന്നെ പോകാം എന്ന് റൈനയും ആർദോയും തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, നല്ല കാറ്റടിക്കാൻ സാധ്യതയുണ്ട്, തോണി മുങ്ങും, നമുക്കിനി നാളെ പോകാം, ഇവിടെ അടുത്താണ് എൻ്റെ വീടുള്ളത്, നിങ്ങൾക്ക് 2 പേർക്കും എൻ്റെ വീട്ടിൽ താമസിക്കാം. അങ്ങനെ 2 പേരും അതിന് സമ്മതിച്ച് തോണിക്കാരൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അന്ന് രാത്രി ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ വിഷമിച്ച് നിൽക്കുമ്പോൾ ആർദോ വന്ന് സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് പുറത്ത് എന്തൊക്കെയോ വഴക്കിടുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. നോക്കിയാൽ തലവൻ ഭാര്യയോട് ദേഷ്യപ്പെട്ട് വേണ്ട, ഇത് നീ പറയാൻ പാടില്ല, ഇക്കാര്യം പുറത്തറിഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഭാര്യയെ അടിച്ചിട്ട് പോവുകയാണ്. അത് കണ്ട് ഇവിടെ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അത് തലവൻ മറച്ചു വെക്കുന്ന പോലെയുണ്ട്, വാ നമുക്ക് അത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് 2 പേരും തലവൻ പോയ തക്കം നോക്കി തലവന്റെ വീട്ടിൽ കയറി പരിശോധിക്കാൻ തുടങ്ങി. അന്നേരം ഒരു റൂമിൽ കയറിയതും ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. എന്തെന്ന് നോക്കിയാൽ 3rd ഫ്ലോറിൽ ആ റൂമിൽ കണ്ട അതേ വെളുത്ത പ്രേതത്തിന്റെ പെയിന്റിംഗ് ചിത്രം ദേ ഇവിടെ ഷോക്കായി നോക്കി നിൽക്കവേ അത് എൻ്റെ മകൾ മാനർ എന്നൊരു വോയിസ്. ആരാണെന്ന് നോക്കിയാൽ തലവന്റെ ഭാര്യയാണ്. തലവൻ പുറത്തു പോയതിനാൽ ഇപ്പോൾ വൈഫ് കഥ പറയാൻ തുടങ്ങി. തലവനും ഭാര്യയും കല്യാണം കഴിഞ്ഞ് പല വർഷങ്ങൾക്ക് ശേഷമാണ് പ്രഗ്നന്റ് ആയത്. കാത്തിരുന്ന് ഒടുവിൽ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞ് തലവനും ഭാര്യയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്നാൽ പ്രസവിച്ചപ്പോൾ കുഞ്ഞിന് ഒരു പ്രത്യേക രോഗവുമായാണ് കുഞ്ഞ് ജനിച്ചത്. ശരീരം മൊത്തം വെള്ള നിറമായിരുന്നു, തലമുടി അടക്കം വെള്ള നിറം. ഈ ഗ്രാമത്തിലുള്ള വെളുത്ത പുഷ്പത്തിന്റെ പേരാണ് മാനോർ. കുഞ്ഞിന്റെ ശരീരം മൊത്തം വെളുത്തിട്ടായതിനാൽ കുഞ്ഞിന് ഞങ്ങൾ മാനോർ എന്ന പേരിട്ടു. ഒരു കുറവും വരുത്താതെ വളർത്താൻ തുടങ്ങി. എന്നാൽ നാട്ടുകാർ നെഗറ്റീവായി കണ്ട് മാനോർ ഒരു മനുഷ്യ കുഞ്ഞല്ല, ഒരു ഡീമൻ ആണെന്ന് പറഞ്ഞു പരത്തി മാനോർ എവിടെ പോയാലും നാട്ടുകാർ കളിയാക്കാനും അടിക്കാനും ഒക്കെ തുടങ്ങി. നാട്ടുകാർ മാത്രമല്ല അവളുടെ അച്ഛനും അതായത് തലവനും ഇഷ്ടമല്ലായിരുന്നു. ഇങ്ങനെ ഒരു മകൾ ജനിച്ചത് തന്നെ എനിക്ക് അപമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് മാനോറിനെ ഒരുപാട് അടിക്കാനൊക്കെ ആരംഭിച്ചു. സോ ഇങ്ങനെ ടോർച്ചർ അപമാനം ഒക്കെ ഒരുപാട് അനുഭവിച്ച ഒരു പാവം പെൺകുട്ടിയാണ് മാനോർ. അങ്ങനെ ഒരു 20 വയസ്സ് ആയപ്പോൾ മാനോർ ഊര് വിട്ട് ഓടിപ്പോയി. അതിനുശേഷം ഞങ്ങളാരും അവളെ കണ്ടിട്ടില്ല എന്നൊക്കെ തലവന്റെ വൈഫ് പറയുകയും അങ്ങനെ ആ വെളുത്ത പ്രേതത്തിന്റെ പേര് മാനർ എന്ന് ഇവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം 2 പേരും യാത്ര തിരിക്കുകയാണ്. ഇതേ നേരം വീട്ടിൽ ഫെയ് ഉറക്കം ഉണർന്ന് നോക്കുമ്പോൾ 3ാമത്തെ ദിവസം എന്ന് ഓർമ്മിപ്പിക്കുന്ന 3 എന്ന് എഴുതിയത് കാണുകയാണ്. അങ്ങനെ റൈനയും ആർദോയും മന്ത്രവാദിയെയും കൂട്ടി വന്ന് പ്രേതത്തിന്റെ പേര് മാനർ എന്ന് മനസ്സിലാക്കിയതിനാൽ മന്ത്രവാദി പൂജ ആരംഭിച്ചു. മന്ത്രങ്ങൾ ഒക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ പ്രേതത്തെ ക്ഷണിച്ചു വരുത്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അന്നേരം മാനോറിന് എന്താ നടന്നതെന്ന് മന്ത്രവാദിക്ക് ഫീൽ ചെയ്യാൻ ആരംഭിച്ചു. 20ാം വയസ്സിൽ മാനോർ ആ ഗ്രാമം വിട്ട് ഓടിപ്പോയി എന്നല്ലേ പറഞ്ഞിരുന്നത്. അങ്ങനെ ഓടിപ്പോകുമ്പോൾ പൈൻ മരത്തിൽ തട്ടി ഇടിച്ച് മയങ്ങി വീഴുകയും അതുവഴി ഒരാൾ വന്ന് മാനോറിനെ തൂക്കിയെടുത്ത് രക്ഷിച്ച ആളാണ് ഭാസ്കരൻ, അതായത് റൈനയുടെ അച്ഛൻ. ശേഷം ഹോട്ടൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ച് ബിൽഡിംഗ് നിർമ്മിച്ച് ഓരോ വർക്കും ചെയ്തുകൊണ്ടിരുന്ന ആ ഹോട്ടലിലേക്ക് മാനോറിനെ കൂട്ടിയിട്ട് പോയത്. 3rd ഫ്ലോറിലാണ് കുറച്ചെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. വൃത്തിയുള്ള ഒരു റൂം നൽകി മാനോറിനെ അവിടെ കഴിയാൻ ഇടം കൊടുത്തു. അത് മാത്രമല്ല മാനോറിന്റെ അമ്മ എങ്ങനെയാണോ മാനോറിനെ നോക്കിയിരുന്നതോ അതിൽ കൂടുതൽ സ്നേഹത്തോടെയാണ് ഭാസ്കരൻ മാനോറിനെ കെയർ ചെയ്ത് സ്നേഹം നൽകിയത്. അതിനാൽ ഭാസ്കരനെ അവൾക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പുറം നാട്ടിൽ എനിക്കൊരു ജോലിയുണ്ട്, പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഭാസ്കരൻ പോവുകയും ചെയ്തു. ഭാസ്കരൻ തിരിച്ചു വരുമ്പോൾ തനിക്ക് ഭാസ്കരനോടുള്ള പ്രണയം അറിയിക്കണം എന്ന് തീരുമാനിച്ച്
മാനർ ഒരു ലവ് ലെറ്റർ എഴുതി അതിനെ കുറച്ച് കഷ്ണങ്ങളാക്കി ആ ഹോട്ടലിലുള്ള ഓരോ റൂമിൻ്റെയും ടൈൽസ് ഒരെണ്ണം വീതം ഉടച്ച് ഓരോ ടൈൽസിൻ്റെയും അടിയിൽ ലവ് ലെറ്റർ പീസാക്കി ഒളിപ്പിച്ച് വച്ചു. ഭാസ്കരൻ വരുമ്പോൾ തൻ്റെ പ്രണയം വ്യത്യസ്തമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി. എന്നാൽ ട്വിസ്റ്റ് എന്തെന്നാൽ അന്ന് പോയ ഭാസ്കരൻ പിന്നെ തിരിച്ചു വന്നതേ ഇല്ല. ഒന്നല്ല രണ്ടല്ല 5-6 മാസമായിട്ടും ഭാസ്കരനെ കാണാത്തതിനാൽ മാനർ ശരീരം മൂടിയ വസ്ത്രം ധരിച്ച് മാസ്ക് ഒക്കെ ധരിച്ച് ഭാസ്കരൻ പോയ നാട്ടിലേക്ക് അന്വേഷിച്ച് പോവുകയായിരുന്നു. അന്വേഷിച്ച് ഒടുവിൽ അവൾ ആ സങ്കടപ്പെടുത്തുന്ന കാഴ്ച നേരിട്ട് കണ്ടു. ഭാസ്കരൻ മറ്റൊരു പെണ്ണുമായി പ്രണയിച്ച് നടക്കുകയായിരുന്നു. ഭാസ്കരൻ്റെ കൂടെയുള്ള ആ പെണ്ണ് പ്രഗ്നൻ്റ് കൂടിയാണ്. വേദനിപ്പിക്കുന്ന ആ കാഴ്ച കണ്ട മേനോർ നേരെ തിരിച്ചു ഹോട്ടലിലേക്ക് വന്ന് കരച്ചിലോട് കരച്ചിൽ. ഞാൻ വെളുത്തിട്ട് പാറിയതാണോ എൻ്റെ തെറ്റ്? ഞാൻ കൂടുതൽ വെളുത്തതാണോ എൻ്റെ തെറ്റ്? എന്നെ ഭാസ്കരൻ കെയർ ചെയ്തപ്പോൾ സ്നേഹിച്ചപ്പോൾ ഞാൻ കരുതി അയാൾക്ക് എന്നെ ഇഷ്ടമായിരിക്കും എന്ന്. എന്നാൽ എൻ്റെ ശരീരം ഇങ്ങനെ ആയതുകൊണ്ടാണോ ഭാസ്കരൻ എന്നെ പ്രണയിക്കാത്തത്? എൻ്റെ ഈ നിറമാണോ എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്നൊക്കെ സ്വയം പറഞ്ഞ് വിഷമിച്ച് പിച്ചാത്തിയെടുത്ത് അവളുടെ ശരീരത്തിലെ തോല് മൊത്തം അവൾ തന്നെ കീറി മുറിച്ച് എടുക്കുകയായിരുന്നു. ആ വേദന ഇപ്പോൾ മന്ത്രവാദിക്കും ഫീൽ ചെയ്യുകയാണ്. അങ്ങനെ തോല് എല്ലാം കീറി മുറിച്ച് 3-ാം നാൾ മേനോർ 3rd ഫ്ലോറിലെ അവളുടെ റൂമിൽ വെച്ച് മരിച്ചു പോവുകയും ചെയ്തു. സോ ഇതാണ് മേനോർ പ്രേതമായി മാറാൻ കാരണം. അതേപോലെ അവളുടെ റൂമിലേക്ക് വരുന്ന എല്ലാവരെയും താൻ അനുഭവിച്ച വേദനയോടെ 3-ാം നാൾ അവരും അനുഭവിച്ച് മരിക്കണം എന്ന് പറഞ്ഞ് 3-ാം നാൾ പ്രേതം ഓരോരുത്തരെയും കൊല്ലുന്നത് എന്നൊരു കാര്യം മന്ത്രവാദിക്ക് മനസ്സിലാവുകയും ചെയ്തു. മാനോറിന്റെ പ്രേതം കൊടൂര പകയിലാണുള്ളത്. അത് മാറ്റാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ ആവണം, എന്നാലേ ഈ പ്രശ്നത്തിന് ഒരു അവസാനം ഉണ്ടാകും എന്ന് പറഞ്ഞ് എന്തോ ഒരു കാര്യം മന്ത്രവാദി പറയാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് മന്ത്രവാദി സ്വയം കഴുത്തിൽ പിടിച്ച് സ്വയം ഞെരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മന്ത്രവാദിക്ക് പിരാന്തായ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് കണ്ണാടി വഴി ആ കാഴ്ച കാണുന്നത്. മാനറിന്റെ പ്രേതം മന്ത്രവാദിയുടെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുകയായിരുന്നു. കഴുത്ത് ഞെരിക്ക് വിരലുകൾ കുത്തിക്കയറ്റി കൊടൂരമായി മന്ത്രവാദിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യും? ഈ ശാപത്തിൽ നിന്നും രക്ഷിക്കാനുണ്ടായിരുന്ന ഒരേ ഒരാൾ മന്ത്രവാദിയായിരുന്നു. അയാളുടെ കഥയും കഴിഞ്ഞു, തീർന്ന്. ഇന്ന് രാത്രി എൻ്റെയും കഥ തീരും എന്ന് പറഞ്ഞ് റൈന ആകെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അനിയത്തി ഫെയ് അച്ഛൻ്റെ റൂമിൽ നിന്നും ഞാനൊരു ബോക്സ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഒരു ബോക്സ് എടുത്ത് കാണിക്കുകയാണ്. അതിൽ അവരുടെ അച്ഛൻ്റെ പഴയ തിങ്സ് ഒക്കെയുണ്ട്. ഒരു നോവൽ പോലെ റഫ് നോട്ടും കൂടിയുണ്ട്. അതായത് നോവൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് എഴുതി വച്ച റഫ് നോട്ട്. കൂടെ ഒരു മനോഹരമായ മോതിരവും. അതെടുത്ത് ആ നോവൽ വായിക്കാൻ തുടങ്ങി. ഇവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ്. എന്തെന്നാൽ ഏതോ ഒരു ജോലിയുടെ കാര്യത്തിനാണ് എന്ന് പറഞ്ഞല്ലേ പണ്ട് ഭാസ്കരൻ പോയത്. യഥാർത്ഥത്തിൽ ഭാസ്കരൻ പോയത് ജോലിയുടെ ആവശ്യത്തിന് ആയിരുന്നില്ല. ഒരു മനോഹരമായ റിങ് മോതിരം വാങ്ങാനായിരുന്നു. അതും മാനോറിന് വേണ്ടി, മാനോറിനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി. നല്ല ഫ്ലവറിന്റെ രൂപത്തിലുള്ള മോതിരം. ആ ഫ്ലവർ രൂപം വാങ്ങാൻ കാരണം മാനോർ എന്നത് ഒരു പുഷ്പത്തിന്റെ പേരാണല്ലോ. അങ്ങനെ മോതിരം വാങ്ങി ഒരുപാട് പ്രതീക്ഷയോടെ സന്തോഷത്തോടെ മാനോറിനെ സ്വപ്നം കണ്ട് നടന്നു വരുമ്പോൾ കഷ്ടകാലത്തിന് ഭാസ്കരന് ഒരു വാഹനം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ആ ആക്സിഡന്റിൽ ഭാസ്കരന്റെ തലയിൽ കാര്യമായ അടി ഏറ്റതിനാൽ പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയി. ഭാസ്കരനെ ഇടിച്ചിട്ട കാറിലുണ്ടായിരുന്നത് നല്ലവരായ ഒരു കപ്പിൾ. അവർ ഭാസ്കരനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഒടുവിൽ ഭാസ്കരന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ ആ കപ്പിൾ ഭാസ്കരന് ഈ ഗതി വരാൻ കാരണം ഞങ്ങളാണ് എന്ന് മനം നൊന്ത് ഭാസ്കരനെ ഒടുവിൽ അവർ തന്നെ ദത്തെടുത്ത് വളർത്തുകയായിരുന്നു. അതിന് മറ്റൊരു കാരണം ഇവർക്ക് ജോൺ എന്നൊരു മകൻ ഉണ്ടായിരുന്നു. അവൻ ചെറുപ്പത്തിലെ മരിച്ചു പോയതിനാൽ മരിച്ചുപോയ ജോണിന് പകരം ഭാസ്കരനെ ദത്തെടുത്ത് മകനെ പോലെ നോക്കി വളർത്താൻ തുടങ്ങി. ഭാസ്കരന്റെ പേര് ഭാസ്കരനാണ് എന്ന് ഭാസ്കരനും അറിയില്ല, അവർക്കും അറിയില്ലല്ലോ. അതിനാൽ മരിച്ചുപോയ മകന്റെ തന്നെ പേര് ജോൺ എന്ന പേര് ഭാസ്കരന് ഇട്ടത്. സോ ഇങ്ങനെയാണ് റൈനയുടെ അച്ഛന് 2 പേര് വന്നത്. അതിനുശേഷം ഇവർ പണക്കാർ ഫാമിലി അല്ലേ. നല്ലൊരു പെണ്ണിനെ ഭാസ്കരന്, അതായത് ജോണിന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ ആ പെണ്ണ് പ്രഗ്നൻ്റായി കുഞ്ഞും ജനിച്ചു. അങ്ങനെ വളരെ ഹാപ്പിയായി പഴയത് ഒന്നും ഓർമ്മ ഇല്ലാത്ത ഭാസ്കരൻ അവിടെ ഫാമിലിയായി ജീവിക്കുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് കടുത്ത തലവേദന വന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓരോന്നായി ഭാസ്കരൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. കൂടെ മാനോറിൻ്റെ കാര്യവും. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടുന്ന് ഉടനെ ധൃതിയിൽ ഓടി തൻ്റെ ഹോട്ടലിൽ എത്തി നോക്കുമ്പോൾ അവിടെ കണ്ടത് മാനറിൻ്റെ തോലൊക്കെ കീറി ഊരി മരിച്ചു കിടക്കുന്ന
കിടക്കുന്ന ശരീരമായിരുന്നു. അത് കണ്ട് ഷോക്കായി അലറി അലറി കരഞ്ഞ് ഒടുവിൽ മാനറിൻ്റെ ബോഡി കൊണ്ടുപോയി ഒരു തണലിൽ കൂടി നടന്നു പോയി. ആ തണലിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് കുഴിച്ചു മൂടി അവിടെ ഫ്ലവറിൻ്റെ ചിത്രം ഒക്കെ വരച്ചു വെച്ചു. അതിനുശേഷം സിറ്റിയിലേക്ക്, അതായത് തന്നെ ദത്തെടുത്ത വീട്ടിലേക്ക് പോയി. ഈ രഹസ്യങ്ങൾ, മാനറിൻ്റെ കാര്യങ്ങൾ ഒന്നും ആരെയും അറിയിക്കാതെ, അങ്ങനെ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ആരോടും പറയാതെ ആ വേദന മനസ്സിൽ വച്ച് കെട്ടിയ ഭാര്യയുടെയും കുട്ടികളുടെയും കൂടെ ഭാസ്കരൻ ജീവിക്കുകയായിരുന്നു. എന്നാൽ അതൊക്കെ ഒരു നോവൽ പോലെ ഭാസ്കരൻ കുറിച്ചു വച്ചു. ആ നോവലാണ് ഇപ്പോൾ ഭാസ്കരൻ്റെ മൂത്ത മകളായ റൈന വായിച്ചത്. അതോടെ ഇപ്പോൾ തൻ്റെ അച്ഛൻ മറച്ചുവെച്ച മാനറിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അറിയുകയും ചെയ്തു. മാനറിൻ്റെ ദേഷ്യത്തിനും പകയ്ക്കും കാരണം ഭാസ്കരനാണ്. ഭാസ്കരൻ തന്നെ പറ്റിച്ച് മറ്റൊരുത്തിയുമായി ജീവിക്കുകയാണ് എന്ന് മാനർ തെറ്റിദ്ധരിക്കുകയായിരുന്നു. ശരിക്കും ഭാസ്കരൻ മാനറിനെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് മാനറിനും അറിയില്ല. സോ മാനറിന് എല്ലാം മനസ്സിലാക്കി കൊടുക്കണം. അതിന് ഭാസ്കരൻ മാനറിന് വേണ്ടി വാങ്ങിയ ആ മോതിരം അത് മാനറിന് കൊടുക്കണം. അത് കാണുമ്പോൾ മാനറിന് എല്ലാം മനസ്സിലാവും എന്ന് വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. ആ നോവലിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മാനറിൻ്റെ ബോഡി എവിടെയാ കുഴിച്ചു മൂടിയതെന്ന്. ആ സ്ഥലത്ത് പോയി മോതിരം കൈവിരലിൽ ഇട്ടുകൊടുത്താൽ എല്ലാം ശരിയാകും. മാനറിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കും. എന്നാൽ അത് മിഡ് നൈറ്റിന് ഉള്ളിൽ ചെയ്തേ ആവണം. ഇല്ലെങ്കിൽ ഇന്ന് 3-ാം നാൾ ആണ്. പ്രേതം റൈനയെ കൊല്ലും. അങ്ങനെ പ്ലാൻ ചെയ്ത് റൈനയും ആർദ്രയും ആ തണലിൻ്റെ അകത്തേക്ക് പോവാൻ തുടങ്ങി. വീട്ടിലാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഫെയ്യും പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറ്റേ വശത്ത് ആർദ്രയും റൈനയും ആവശ്യമുള്ള ടൂൾസൊക്കെ എടുത്ത് ടണലിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കെ അവരെ മാനറിൻ്റെ പ്രേതവും ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ചേർന്ന് ഫ്ലവറിൻ്റെ സിമ്പിൾ ഉള്ള സ്ഥലം തപ്പുകയാണ്. അവിടെയാണല്ലോ മാനറിൻ്റെ ബോഡി കുഴിച്ചിട്ടത്. ചുമരിൽ ചിത്രം വരച്ച് അതിന് താഴെയാണ് ബോഡിയുള്ളത്. അങ്ങനെ വെപ്രാളപ്പെട്ട് തേടി തേടി നോക്കുമ്പോൾ ദേ ആ ഫ്ലവറിൻ്റെ ചിത്രം. പിന്നെ ഒന്നും നോക്കിയില്ല, അതിന് നേരെ താഴെ കിളക്കാൻ തുടങ്ങി. കിളച്ച് മാനറിൻ്റെ ബോഡി എടുക്കണം. രണ്ടുപേരും ചേർന്ന് കിളക്കാൻ തുടങ്ങി. കുറേ നേരമായി എത്ര കിളച്ചിട്ടും ബോഡി പോയിട്ട് ഒരു എല്ലിൻ്റെ കഷ്ണം പോലും കിട്ടുന്നില്ല. അതെന്താ കാണാത്തത് എന്നാലോചിച്ച് റൈന ആ മോതിരം എടുത്ത് നോക്കുമ്പോൾ ആ മോതിരത്തിലുള്ള ചിത്രവും ചുമരിലുള്ള ചിത്രവും കാണാൻ വേറെ വേറെ പോലെയുണ്ട്. എടാ ഇതായിരിക്കില്ല സ്ഥലം, വാ നമുക്ക് വേറെ സ്ഥലത്ത് നോക്കാം എന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും ആർദ്രോ അത് കേൾക്കാതെ കിളച്ചോണ്ട് നിൽക്കുകയാണ്. എടാ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ നോക്കിയാൽ ദേ ആർദ്രയുടെ ശരീരത്തിൽ മാനറിൻ്റെ പ്രേതം കയറിക്കൂടിയിരിക്കുന്നു. പെട്ടെന്ന് കോടാലിയെടുത്ത് എൻ്റെ വേദന നീയും അനുഭവിക്കണം എന്ന് പറഞ്ഞ് പ്രേതം റൈനയെ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഒരു വിധത്തിൽ ഒഴിഞ്ഞു മാറി തണലിൽ നിന്നും ഓടാൻ തുടങ്ങി. പുറകിൽ പിടിവിടാതെ പ്രേതവും ആ വിജനമായ ഇരുട്ട് നിറഞ്ഞ തണലിൽ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ റൈന ഓടുകയാണ്. ഒടുവിൽ കുഴിച്ച കുഴിയിൽ തന്നെ ഒളിഞ്ഞു നിന്ന് ആർദ്രയെ തള്ളിയിടുകയും തലയിൽ അടിയേറ്റ് ആർദ്രയുടെ ബോധവും പോയി. ബോധം പോയതിനാൽ പ്രേതത്തിന് എഴുന്നേൽക്കാനും പറ്റില്ല. ആ ഒരു ഗ്യാപ്പിൽ ഓരോ ഭാഗവും സെർച്ച് ചെയ്ത് ഒടുവിൽ മോതിരത്തിലുള്ള അതേ സിമ്പിൾ കണ്ടുപിടിച്ച് കുഴിമാടം തോണ്ടാൻ തുടങ്ങി. കുഴിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു വിധത്തിൽ ബോഡിയും കിട്ടുകയും തോണ്ടി തോണ്ടി ബോഡി മൊത്തം പുറത്തെടുക്കാൻ ട്രൈ ചെയ്ത് ഒടുവിൽ ബോഡിയുടെ കൈ പുറത്തെടുത്ത് കയ്യിലുള്ള മോതിരം എടുത്ത് മാനറിൻ്റെ വിരലിൽ ഇടാൻ നോക്കുമ്പോൾ തന്നെ ആർദ്രയ്ക്ക് ബോധം വരികയും പ്രേതവും ഉണർന്ന് മഴു എടുത്ത് വന്ന് ഒരൊറ്റ വെട്ടൽ ജസ്റ്റ് മിസ്സിൽ ഉന്നം തെറ്റിപ്പോവുകയും ആ ഒരു ഗ്യാപ്പിൽ മോതിരം മാനറിൻ്റെ വിരലിൽ ഇട്ടുകൊടുക്കുകയും ചെയ്തു. അന്നേരം മാനറിൻ്റെ പ്രേതാത്മാവ് വന്ന് ചിരിക്കാൻ തുടങ്ങി. ആ ചിരിയുടെ അർത്ഥം തന്നെ ഭാസ്കരൻ പ്രണയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ചിരിച്ചത്. ആ ഒരു സന്തോഷത്തിൽ ഭാസ്കരനോടുള്ള ദേഷ്യമൊക്കെ മാറി, തെറ്റിദ്ധാരണയൊക്കെ മാറി. സന്തോഷത്തോടെ അല്പനേരം നിന്ന് മാനറിൻ്റെ ആത്മാവിന് ശാന്തി ലഭിച്ച പോലെ ആ പ്രേതാത്മാവ് ഭൂമി വിട്ട് പോവുകയും ചെയ്തു. 12 മണിക്ക് മുൻപേ ഇത് നടന്നതിനാൽ ഇപ്പോൾ റൈനയ്ക്കും ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോയി ആംബുലൻസിനെ ഒക്കെ വിളിച്ചു വരുത്തി മരിച്ചു കിടക്കുന്ന മന്ത്രവാദിയെ കൊണ്ടുപോവുകയും സ്റ്റേഷനിൽ പോയി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശേഷം അവരെ തൽക്കാലം പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അങ്ങനെ ആർദ്രയും റൈനയും കല്യാണം കഴിക്കാൻ ഡിസിഷൻ ഒക്കെ എടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കെ ആർദ്ര വീട്ടിൽ കുളിച്ചു വന്ന് ഹാപ്പിയായി ഡാൻസ് ഒക്കെ കളിച്ചു കൊണ്ടിരിക്കെ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുകയാണ്. ദേ ആ വെളുത്ത പ്രേതം കണ്ണാടിക്ക് മുന്നിൽ ഇരിക്കുന്നു.
പെട്ടെന്നത് കണ്ണാടി വഴി പുറത്തു വന്ന് നിനക്ക് വിധിച്ച 3-ാം നാളാണിന്ന്, നിന്റെ കഥ തീർന്നടാ എന്ന് പറയുകയാണ്. ഇന്ന് ആർദോയെ പ്രേതം ശപിച്ച 3-ാമത്തെ നാൾ ആണല്ലോ. അങ്ങനെ പ്രേതം അവനെ ലാമ്പുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ റൈന ആർദോയെ കാണാൻ വളരെ ഹാപ്പിയായി വന്നു നോക്കുമ്പോൾ ശരീരത്തിൽ തോല് ഇല്ലാതെ കൊടൂരമായി മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മളെയും പ്രേതം 3 ദിവസത്തേക്ക് മാർക്ക് ചെയ്തിരുന്നില്ലേ? നമുക്കും ആ ശാപം കിട്ടിയതല്ലേ? പിന്നെ എന്താ നമ്മളെ മാത്രം പ്രേതം കൊല്ലാത്തത് എന്ന് റൈന ചോദിച്ചു കൊണ്ടിരിക്കെ ഫെയ് മറ്റേ വശത്തേക്ക് തിരിഞ്ഞു നിന്ന് ശരിക്കും മാനറിന് ഭാസ്കറിന്റെ മേലുണ്ടായിരുന്ന ദേഷ്യം മാത്രമാണ് പോയത്. ഈ ലോകത്തുള്ളവരോടുള്ള ദേഷ്യം പോയിട്ടില്ല. മാനറിനെ ടോർച്ചർ ചെയ്ത് കളിയാക്കിയവരുടെ നേർക്കുള്ള ദേഷ്യം മാറിയിട്ടില്ല. ഈ ലോകത്ത് ഇങ്ങനെയുള്ളവരെ, ശാരീരിക വൈകല്യം ഉള്ളവരെയും നിറത്തിന്റെ പേരിലും ഒക്കെയായി മറ്റുള്ളവർ കളിയാക്കുന്നില്ലേ? അങ്ങനെയുള്ളവരോടുള്ള ദേഷ്യം മാറിയിട്ടില്ല. അവളുടെ ദേഷ്യം മാറണമെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി കളിയാക്കി മനസ്സിന് മുറിവുണ്ടാക്കുന്നവരെ കൊന്നു തീർക്കാതെ മാനറിന്റെ ദേഷ്യം മാറില്ല എന്നൊക്കെ എന്തോ വ്യത്യസ്തമായ രീതിയിൽ ഗൗരവത്തിൽ പറയുന്നത് കേട്ട് ഒരു മിനിറ്റ്, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ച് ഫെയ്യുടെ ഷോൾഡർ പിടിച്ച് തിരിച്ചു നോക്കുമ്പോൾ ആ പ്രേതം ഇപ്പോഴുള്ളത് ഫെയ്യുടെ ശരീരത്തിലാണ്. പ്രേതമായിരുന്നു ഇപ്പോൾ സംസാരിച്ചത്. ആക്ച്വലി മാനറിന് ഭാസ്കറിന്റെ മേൽ ദേഷ്യം ഉണ്ടായിരുന്നു. അതുമാത്രമാണ് ഇവർ ഇടപെട്ട് മാനറിന്റെയും ഭാസ്കറിന്റെയും ലൈഫിൽ നടന്ന കാര്യം കണ്ടെത്തി മാനറിന് ഭാസ്കറിന്റെ മേലുള്ള തെറ്റിദ്ധാരണ മാറ്റിക്കൊടുത്തത്. എന്നാൽ മാനറിനെ ഉപദ്രവിച്ചത് ഒരുപാട് പേരുണ്ട്. ആ ദേഷ്യം എങ്ങനെ മാറും? അതുമാത്രമല്ല, ഇവരെ 2 പേരെ മാത്രം എന്തേ പ്രേതം വെറുതെ വിട്ടത് എന്ന് വെച്ചാൽ മാനറിന് ഭാസ്കരനോടുള്ള സ്നേഹം കാരണമാണ്. അതായത് എന്തായാലും റെയ്നയും ഫെയ്യും ഭാസ്കരന്റെ മക്കൾ അല്ലേ? തൻ്റേതല്ലെങ്കിലും താൻ സ്നേഹിച്ച ഭാസ്കരന്റെ മക്കളല്ലേ? സോ അതിനാലാണ്. അത് മനസ്സിലായതോടെയാണ് മാനറിന്റെ പ്രേതം റെയ്നയെയും ഫെയ്യെയും വെറുതെ വിട്ടത്. എന്നാൽ മാനറിന്റെ ദേഷ്യം ഒരിക്കലും മാറില്ല. അവളെ വേറെ ആര് നോക്കിയാലും അവരെ കൊന്ന് കാലാപുരിക്ക് അയക്കും. അവസാനിക്കാത്ത പകയുമായി മാനർ 3rd ഫ്ലോറിൽ ഇപ്പോഴും കാത്തിരിപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു.